ഹലോ മച്ചന്മാരെ, വാലറ്റ് വേ ഡൗൺ കഥയിലെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇന്നത്തോടു കൂടി ഈ കഥ ഫുൾ അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. പാർട്ടായിട്ട് ചെയ്യാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലെങ്ത്താവും, നിങ്ങൾക്ക് കാണാനും ബോറാടിക്കും. കാരണം 40 മിനിറ്റോളം ഞാൻ എഡിറ്റ് ചെയ്തപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഫസ്റ്റ് ഒരു 6 മിനിറ്റിൻ്റെ ഫസ്റ്റ് ഇട്ടിട്ട് പിന്നെ കഥയിലെ മെയിൻ പോർഷനൊക്കെ ഇപ്പോഴാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. കാരണം ഒരു ത്രില്ലിങ് മൂവി തന്നെയാണ്. കാരണം സ്വന്തം അധ്വാനിച്ച് ഒരു സാധനം കടലിൻ്റെ നിന്ന് എടുക്കുകയും ആ സർക്കാർ കൊണ്ടുപോവുകയും അവരുടെ കയ്യിൽ നിന്ന് ആ ഒരു നിധി തിരിച്ചു പിടിക്കാൻ വേണ്ടി കാണിക്കുന്ന സാഹസം നിറഞ്ഞ കാര്യങ്ങളൊക്കെ അടങ്ങിയ ഒരു കിടിലൻ കഥ തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ പാർട്ട് 1 കണ്ടാൽ മാത്രമാണ് കേട്ടോ പാർട്ട് 2 നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുകയുള്ളൂ. പിന്നെ നിങ്ങൾ അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. കഥയുടെ മായാലോകത്തിലോട്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡ് അവസാനം നമ്മൾ കണ്ടതാണ് നമ്മുടെ ജോൺ ആണെങ്കിൽ സ്പെയിനിലോട്ട് വരികയാണ് നമ്മുടെ വാൾട്ടറിൻ്റെ ഒപ്പം ചേരാൻ വേണ്ടി. കാരണം ഒരു ഓപ്പറേഷന് വേണ്ടിയാണ് കേട്ടോ. അങ്ങനെ വാൾട്ടർ, സ്വാഗതം, നിന്നെ കണ്ടിട്ട് വളരെ സന്തോഷമുണ്ട്. നീ വരുമ്പോൾ എനിക്കറിയാമായിരുന്നു. നമുക്ക് നമ്മുടെ ടീം മെമ്പേഴ്സിനെല്ലാം പരിചയപ്പെടാം. നമ്മുടെ മെയിൻ ഹാക്കറാണ് കേട്ടോ കമ്പ്യൂട്ടറിൻ്റെ അവിടെ ഇരിക്കുന്നത്. ഹലോ, ഹായ്. അങ്ങനെ എല്ലാവരെയും നമ്മുടെ വാൾട്ടർ ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ ഇവനെ നിനക്കറിയോ, ഇവനാണെങ്കിൽ നമുക്കുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ എത്തിച്ച് തരും. നമുക്ക് കിട്ടാത്ത സാധനങ്ങളൊക്കെ എവിടെ നിന്നെങ്കിലൊക്കെ അവൻ കണ്ടുപിടിച്ച് തരും കേട്ടോ. അങ്ങനെ എല്ലാവരും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് വാൾട്ടർ നമ്മുടെ നായകന് വേണ്ടിയിട്ടോ. ഇതേ സമയത്ത് വാൾട്ടറിനെ കാണുന്ന എല്ലാവരും, ഇവൻ ചെറിയൊരു പയ്യനല്ലേ, ഇവനെയും കൂടെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണല്ലേ. ഇതുവരെ ക്യാമറ എനിക്ക് ഹാക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. കാരണം അവിടെ കുറേ കോഡിങ് ഉള്ളതുകൊണ്ട് എനിക്ക് കറക്റ്റ് ഒരു ഡീകോഡ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. നിന്നെ കൊണ്ട് വേറെ എന്തെങ്കിലും നടക്കോടാ, പോ. ഇതേ സമയത്ത് നമ്മുടെ ജോൺ പറയുകയാണ്, ഞാനൊരു കാര്യം പറയാം. നമ്മളൊരു മെസ്സേജ് അങ്ങോട്ട് അയക്കുകയും ഒരു സെക്യൂരിറ്റി ഗാർഡിന്, ആ സെക്യൂരിറ്റി ഗാർഡ് എന്തായാലും അത് ഓപ്പൺ ചെയ്യണമല്ലോ. ഓപ്പൺ ചെയ്യുമ്പോൾ എന്തായാലും പാസ്വേഡ് അടിച്ചേ പറ്റുള്ളൂ. അങ്ങനെ പെട്ടെന്ന് നമ്മുടെ ഹാക്കറാണെങ്കിൽ അങ്ങനെ ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്തിട്ട് ഒരു സെക്യൂരിറ്റി ഗാർഡിന് അയക്കുകയാണ്. നമ്മുടെ ജോൺ വേറെ ലെവലാണെന്ന് മനസ്സിലാവുകയാണ് അപ്പോൾ തന്നെ. കാരണം എല്ലാ CCTV ക്യാമറ ഹാക്കായി പോവുകയാണ് കേട്ടോ. അങ്ങനെ അവന് ഇപ്പോൾ സാധാരണ ഒരു മനുഷ്യനല്ല, ഒരു ചെറുക്കനല്ല എന്ന് മനസ്സിലാവുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ വാൾട്ടറിൻ്റെ കൂട്ടത്തിലുള്ള 2 പേരാണെങ്കിൽ ടണലിലോട്ട് പോവുകയാണ്. ടണലിൽ എവിടെയാണ് വഴിയുള്ളത് നോക്കാൻ വേണ്ടി. കാരണം ആ ബാങ്കിലോട്ട് കയറാൻ വേണ്ടി. ആ ഒരു സ്പെയിനിലാണ് കുറേ ടണലുണ്ട്, അണ്ടർഗ്രൗണ്ട് വേ ഉണ്ട് കേട്ടോ. അങ്ങനെ പല സ്ഥലത്തുകളും പോയി കഴിഞ്ഞാൽ മനസ്സിലാവുകയാണ് ഈ സ്ഥലത്തുകൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ബാങ്കിൻ്റെ അടിയിൽ പോയി എത്താമെന്ന്. അങ്ങനെ ജോണും വാൾട്ടറും കൂടി സംസാരിക്കുകയാണ്. നീ ശരിക്കും ആലോചിച്ചിട്ട് തന്നെയാണ് വന്നതെന്ന് നമ്മുടെ വാൾട്ടർ ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും അതെ. കാരണം എനിക്ക് ഇതേപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. നിങ്ങളെപ്പോലെ തന്നെയാണ് എനിക്ക് ചെറിയ കാര്യങ്ങളും ചെയ്യാൻ താല്പര്യമില്ല. ലോകത്ത് ആർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് എനിക്ക് എൻ്റെ ജീവിതം സന്തോഷം കിട്ടുകയുള്ളൂ എന്ന് പറയുമ്പോൾ, ഓക്കെ, നീ പിടിക്കപ്പെട്ട് പോയി കഴിഞ്ഞാൽ ജീവൻ തന്നെ പോകുമ്പോൾ നമ്മുടെ വാൾട്ടർ പറയുന്നുണ്ട്. അങ്ങനെ സ്പെയിൻ സിറ്റി കാണിക്കുകയാണ്. അങ്ങനെ അവരുടെ കയ്യിൽ ഒരു മാപ്പ് ഉണ്ട്. പക്ഷേ ആ മാപ്പ് മാത്രം പോരാ. പക്ഷേ ക്യാമറ ഹാക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ക്യാമറയിൽ ഫുള്ളൊന്നും ആക്സസ് ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ. അതിൻ്റെ അകത്ത് കയറിയാണ് പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി അടുത്ത കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ ലോക്കറിൻ്റെ ഒരു ഇമേജ് കാണിക്കാൻ പറയുമ്പോൾ നമ്മുടെ വാൾട്ടർ ആണെങ്കിൽ ജോണിന് ലോക്കറിൻ്റെ ഒരു ഇമേജ് കാണിച്ചു കൊടുക്കുമ്പോൾ ഇത് മാത്രമാണ് ഞങ്ങളുടെ കയ്യിലുള്ളൂ, വേറെ ഒന്നും അറിയാൻ വേണ്ടി പാടില്ല. അങ്ങനെ നമ്മുടെ അവിടെ ബാങ്ക് ക്ലീൻ ചെയ്യുന്ന ഒരാളുടെ വിളിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ നാളത്തേക്ക് വരണ്ട, നാളെ ഇവിടെ കുറച്ച് സെക്യൂരിറ്റി പണിയൊക്കെ ഉണ്ട്, പിന്നത്തേക്ക് വന്നാൽ മതി പറയുകയാണ്. ശരിക്കും അത് വാൾട്ടറിൻ്റെ ബുദ്ധിയാണ്. കാരണം വാൾട്ടറിന് നാളെ അങ്ങോട്ടേക്ക് പോയിട്ട് അതിൻ്റെ അകത്ത് കയറിയിട്ട് CCTV ക്യാമറ ഹാക്ക് ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടിക്ക് വേണ്ടിയാണ് കേട്ടോ അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇതേ സമയത്ത് നമ്മുടെ ജോണും ലോയിനും കൂടിയാണ് പോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. അവരങ്ങനെ പ്ലാനൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ബാങ്കിൽ ടൈറ്റ് സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ്. അയാളുടെ പേരാണ് ഗുസ്താവോ. അവനൊരു വില്ലൻ ടൈപ്പ് തന്നെയാണ്, ഭയങ്കര ബുദ്ധിയുമാണ്. അവിടെയുള്ള എല്ലാവരും മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇവനാണ് കേട്ടോ. അങ്ങനെ ഇവൻ നേരെ ബാങ്കിലോട്ട് വരികയാണ്. അങ്ങനെ കള്ളപ്പേരിൽ ആ ഒരു ക്ലീനിങ്ങിലെ ആൾക്കാരായിട്ട് ഇവൻ നേരെ ബാങ്കിൻ്റെ അകത്തോട്ട് പോകാൻ വേണ്ടി ജോണും ഉണ്ട്, നമ്മൾ ലോലിനും ഉണ്ട് കേട്ടോ. അങ്ങനെ അവരകത്തോട്ട് കയറാൻ വേണ്ടി ഓരോ സെക്യൂരിറ്റി ചെക്കൊക്കെ ഇങ്ങനെ ചെയ്യുകയാണ്. അങ്ങനെ നേരെ നമ്മുടെ ലോയിനാണെങ്കിൽ അവിടെ ഒരു 2 ഇമേജ് ഉണ്ട്, സംരക്ഷിച്ച് വെച്ച 2 ഇമേജാണ്. ആ ഇമേജ് ക്ലീൻ ആക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ഒരാളെ പോലെയാണ് നമ്മൾ ലോയിനകത്തോട്ട് കയറിയിരിക്കുന്നത്. അങ്ങനെ ലോയിൻ ആ ബാങ്ക് മൊത്തം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് ഗുസ്താവോ വന്നിട്ട് ഇങ്ങനെ കൈയെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൈ കൊടുക്കുന്ന സമയത്തായിരിക്കും കേട്ടോ നമ്മുടെ ഗുസ്താവോടെ തമ്പ് ഇംപ്രഷൻ ഉണ്ടെങ്കിൽ മാത്രം ആ ലോക്കർ തുറക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. അപ്പോൾ വേറൊരാൾ വരുമ്പോൾ നമ്മൾ ലോയൻ പറയുകയാണ്, ഈ കപ്പൊന്ന് പിടിക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗുസ്താവോടെ കൈ കൊടുക്കുകയാണ്. അതെന്തിനാണെന്ന് നമുക്കറിയാമല്ലോ, നമ്മുടെ ഗുസ്താവോടെ ഫിംഗർ പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയാണ്. അങ്ങനെ അവളാണെങ്കിൽ ആ ഒരു ബോട്ടിലും പിടിച്ചുകൊണ്ട് നേരെ പോവുകയാണ് കേട്ടോ. ഇതേ സമയത്ത് ക്യാമറ ഹാക്ക് ചെയ്ത് ചെയ്യാൻ വേണ്ടി സർവീസ് റൂമിലോട്ട് വേറൊരാളോടെയും പോവുകയാണ്. അങ്ങനെ അവിടെ വെച്ചിട്ട് ഒരു ചെറിയൊരു ചിപ്പ് അവിടെ പിടിപ്പിച്ച് വെക്കുന്നുണ്ട്. കാരണം ആ ക്യാമറ ഫുള്ള് ഹാക്കാവാൻ വേണ്ടിയാണ് കേട്ടോ ഇവനങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത്.
അങ്ങനെ ആ ക്യാമറ ഫുള്ള് അവരുടെ കൺട്രോളിൽ വരികയാണ്. അവർക്ക് എപ്പോൾ വേണമെങ്കിലും നിയന്ത്രിക്കാനും ഏത് ഷോട്ട് എഡിറ്റ് ചെയ്ത് അകത്തോട്ട് കയറ്റാനും സാധിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവർ വിചാരിച്ച കാര്യങ്ങളൊക്കെ ഏകദേശം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ലോയിനാണെങ്കിൽ ആ ഒരു ഫോട്ടോസൊക്കെ വൃത്തിയാക്കാൻ വേണ്ടി നേരെ ഒരു ക്യാബിൻ്റെ അകത്തോട്ട് ചെല്ലുകയാണ്. ശരിക്കും ആ ഫോട്ടോയുടെ അകത്താണ് 2 ചാവിയും കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ലോക്കർ തുറക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. ആ 2 ചാവിയും വെച്ചിരിക്കുന്നത് ഓരോ ഫോട്ടോയുടെ ബാക്കിലാണ് കേട്ടോ. അങ്ങനെ നേരെ ഒരു ഫോട്ടോ എടുത്തിട്ട് നമ്മുടെ ഫോട്ടോ മാറ്റി കഴിഞ്ഞിട്ട് നമ്മുടെ ലോയിനാണെങ്കിൽ ഒരു കീ എടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് തന്നെ ഹാക്കറാണെങ്കിൽ നമ്മുടെ ലോയിൻ ഫസ്റ്റ് കാണിക്കുന്ന കാര്യം മാത്രം കട്ട് ചെയ്തിട്ട് ആ ക്യാമറയുടെ അകത്ത് കയറ്റുക. അത് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മുടെ ഗുസ്താവോ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമായതുകൊണ്ട് ഫുള്ള് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ ലോയിനവിടെ വൃത്തിയാക്കുന്നത് മാത്രമാണ്. കാരണം ക്യാമറ ഹാക്കായ കാര്യം അവർക്ക് അറിയാൻ പാടില്ലല്ലോ. അങ്ങനെ ഓരോ കാര്യം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ ലോയിനാണെങ്കിൽ അവിടെ നിന്ന് ആ ഒരു ഇതൊക്കെ തുറന്ന് ഒരു താക്കോൽ എടുക്കുകയാണ്. കാരണം ആ ഒരു ലോക്കർ തുറക്കുള്ള താക്കോൽ എടുക്കുകയാണ്. ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ ജോൺ ആണെങ്കിൽ ആ ഒരു ബാങ്കിൻ്റെ ഫുള്ള് പ്രിൻ്റ് എടുക്കണം. കാരണം ആ ബാങ്ക് എങ്ങനെയാണെന്ന് അറിഞ്ഞാൽ മാത്രമാണ് ആ പ്രിൻ്റ് എടുക്കണമെങ്കിൽ അതിൻ്റെ സെൻറ്ററിൽ പോയിട്ടാണ് ആ ഡിവൈസ് വെക്കാൻ വേണ്ടി. നമ്മൾ ലോയിൻ ഈ സമയത്ത് ആ ഒരു ഫസ്റ്റ് ഒരു കീയുടെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് കഴിഞ്ഞ് അങ്ങനെ ഒരു കോൺഫറൻസ് ഹാളിലോട്ട് വരികയാണ്. കാരണം ആ കോൺഫറൻസ് ഹാളാണ് ആ ഒരു ബാങ്കിൻ്റെ സെൻറ്ററായിട്ട് ഇരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഒരു മിഷീൻ കൊണ്ടുവന്ന് വെക്കുകയാണ്. അങ്ങനെ ലോയിനാണെങ്കിൽ അവിടുത്തെ കാര്യമെല്ലാം തീർത്ത് അടുത്തൊരു ഫോട്ടോ റെഡിയാക്കാൻ വേണ്ടി പോവുകയാണ് നമ്മൾ ലോയിൻ. അങ്ങനെ ലോയിനെ അടുത്തൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഒരാൾ കൂട്ടിക്കൊണ്ട് വരികയാണ്. ഇതേ സമയത്ത് ഹാക്കർ പറയുന്നുണ്ട് കുറേ നേരം നമുക്കിനി ഗ്ലിച്ച് കയറ്റാൻ വേണ്ടി പറ്റില്ല, വേഗം ചെയ്താൽ മാത്രമാണ്, കാരണം എപ്പോൾ വേണമെങ്കിലും നമുക്ക് പിടിക്കപ്പെടാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അടുത്തൊരു ഇമേജ് ശരിയാക്കാൻ വേണ്ടി നേരെ നമ്മുടെ ലോയിനെയും കൊണ്ട് ആ ഒരു മാനേജറോ എന്തോ ഒരാളാണ്, അയാൾ നേരെ അടുത്ത റൂമിലോട്ട് പോവുകയാണ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യണം. ഇവർ ഭയങ്കര ലാഗാണ് സിനിമ എന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം കിടിലൊരു സിനിമ തന്നെയാണ്. ഇതേ സമയത്ത് നമ്മുടെ ജോണിൻ്റെ കഷ്ടകാലത്തിന് ആ ഒരു കോൺഫറൻസ് ഹാളിലോട്ട് എല്ലാവരും ഇടിച്ച് കയറി വരികയാണ്. അവനാകെ പെട്ട അവസ്ഥയാണ്. അങ്ങനെ പിറ്റേ റൂമിലോട്ട് പോയി കഴിയുമ്പോൾ അവിടെ നിന്നും കീ എടുത്തിട്ട് ആ കീയിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്താണെങ്കിൽ ആ വെച്ചിട്ട് ഡിവൈസ് ഇങ്ങനെ ഒച്ചുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒച്ചുണ്ടാക്കി കഴിയുമ്പോൾ തന്നെ എല്ലാവരും പേടിച്ച് പുറത്തോട്ട് ഇറങ്ങുകയാണ്. എന്തൊരു കുഴപ്പമുണ്ട്. ഗുസ്താവ് പറയുകയാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ ടൈറ്റ് സെക്യൂരിറ്റി ആക്കി എല്ലാ റൂമിൽ നിന്ന് പുറത്താക്കി വേഗം എല്ലാവരും ഇവിടെ നിന്ന് പുറത്താക്കി പറ്റുള്ളൂ എന്ന് പറയുകയാണ് കേട്ടോ. ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ ലോയിനാണെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് കീ ഉണ്ടാക്കുന്ന സമയത്ത് ഒറിജിനൽ കീൻ്റെ അകത്ത് വെക്കാൻ വേണ്ടി മറന്നു പോയിരിക്കുകയാണ്. അത് മറന്നു പോയി കഴിഞ്ഞാൽ ആകെ വിഷയം വേറൊന്നുമല്ല, കാരണം ഇവർ അകത്ത് കയറിയെന്ന് മനസ്സിലാവുകയും ഇവരുടെ പ്ലാൻ ഫുള്ള് പൊളിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ആ ലോയിൻ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ച് ആകെ പ്രശ്നത്തിലായിരിക്കുകയാണ്. ഇതേ സമയത്ത് ജോൺ പറയുകയാണ് ഞാൻ നേരെ കേസ് ഇറങ്ങി വരാം, എൻ്റെ കയ്യിലോട്ട് അപ്പം തന്നെ ഇട്ട് തന്നോളാൻ വേണ്ടി പറയുകയാണ്. അങ്ങനെ ലോയിനും അവന് കറക്റ്റ് ടൈം ആവുകയും കറക്റ്റ് ഒരു മിസ്റ്റേക്ക് പോലും ഇല്ലാണ്ട് നമ്മുടെ ലോയിൻ്റെ കയ്യിൽ നിന്ന് കീ പിടിക്കുകയും തിരിച്ച് ആ എവിടെയാണ് ഇരുന്നത് അവിടെ തന്നെ കൊണ്ടുവന്ന് വെക്കുകയാണ് കേട്ടോ. ഇതേ സമയത്ത് നമ്മുടെ ജോൺ ആണെങ്കിൽ അവിടെ നിന്ന് ക്ലീൻ ആക്കുമ്പോൾ ഒരു പോലീസ് ഓഫീസർ എടാ നീ എന്ത് ചെയ്യും, അവൻ പെട്ടെന്ന് നെറ്റി പോയിട്ട് അഭിനയിക്കുകയാണ്. കാരണം അവൻ ഇയർഫോൺ വെച്ചിട്ട് ഒന്നും കേട്ടില്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അങ്ങനെ കാണിക്കുന്നത് കേട്ടോ. അങ്ങനെ വേഗം ഇറങ്ങ്, ഇന്നത്തെ ക്ലീനിങ്ങൊക്കെ മതി, ഇനി പിന്നെ ആക്കാൻ മതി എന്ന് പറയുകയാണ്. ഇതേ സമയത്ത് ഗുസ്താവ് വിചാരിച്ചത് ഇതൊരു സെക്യൂരിറ്റി എന്തോ ഗ്ലിച്ചായതാണെന്നാണ് വിചാരിച്ചത്. അങ്ങനെ ആ ഇതിൻ്റെ ബ്ലൂ പ്രിൻറ്റ് ഫുള്ള് കിട്ടി. ബ്ലൂ പ്രിൻറ്റ് കിട്ടിയതിന് ശേഷം ആ ലോക്കർ എവിടെ ഇരിക്കുന്നതെന്നൊക്കെ മനസ്സിലായിട്ടോ. പക്ഷേ ഒരു കാര്യം മാത്രമേ മനസ്സിലാവുന്നില്ല, കാരണം ഒരു സ്ഥലം മാത്രം കറക്റ്റ് കിട്ടുന്നില്ല. നമ്മുടെ ജോൺ കുറേ നേരമായിട്ട് ചിന്തിക്കുകയാണ് അതെന്താ നമുക്ക് ആ സ്ഥലം മാത്രം കിട്ടാത്ത. അങ്ങനെ ജോൺ ചിന്തിക്കാൻ മനസ്സിലാവുകയാണ് അത് ഫുള്ളും വെള്ളമാണ്, വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലത്താണ് ആ ലോക്കർ ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് എങ്ങനെ കയറുമെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ വാൾട്ടർ പറയുകയാണ് ഇതെല്ലാം നീ തന്നെ കണ്ടുപിടിക്കണമെന്ന് പറയുകയാണ്. ഇതേ സമയത്ത് ജോൺ ഒരു കാര്യം പറയുന്നുണ്ട്, കാരണം ഒരു മുട്ടുസൂചി വീണാൽ പോലും ആ ഒരു ലോക്കറിൻ്റെ അകത്ത് വീണ് അപ്പോൾ തന്നെ വെള്ളം കൊണ്ട് നിറയുകയും അതിൻ്റെ അകത്തുള്ള എല്ലാ ആൾക്കാരും മുങ്ങി മരിക്കാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ ഭാരം ഒരിക്കലും ഡിക്റ്റേറ്റ് ചെയ്യാൻ നമുക്ക് അകത്ത് കയറാൻ വേണ്ടി പറ്റില്ല, അതിന് എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ചേ പറ്റുള്ളൂ എന്ന് നമ്മുടെ വാൾട്ടർ പറയുമ്പോൾ നീ തന്നെ ആ വഴി കണ്ടുപിടിക്കണം ജോൺ എന്ന് നമ്മുടെ വാൾട്ടർ പറയുകയാണ്. കാരണം ഒരു ചെറിയൊരു വെയിറ്റ് കണ്ടാൽ മതി, അപ്പോൾ തന്നെ 4 ഭാഗത്തു നിന്ന് വെള്ളം വന്ന് ആ ലോക്കറിൻ്റെ അകത്ത് കയറുന്ന ആൾക്കാർ മുങ്ങി മരിക്കും. കാരണം ആ ഒരു സിസ്റ്റമാണ് ആ ലോക്കറിൻ്റെ അകത്ത് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതേ സമയത്ത് ഗുസ്താവ് പറയുകയാണ് എന്തൊരു കുഴപ്പമുണ്ട് നമുക്ക് നോക്കണം, കാരണം അടുത്ത ദിവസങ്ങൾ സ്പെയിനിൽ കളി നടക്കാൻ പോവുകയാണ്, ഫുട്ബോൾ കളി നടക്കാൻ പോവുകയാണ്, കുറേ ആൾക്കാർ വരുന്നുണ്ട്, അവർ ടൈറ്റ് സെക്യൂരിറ്റി ആക്കിയാൽ മാത്രമായിരിക്കും നമുക്ക് നിൽക്കാൻ വേണ്ടി പറ്റുക, കാരണം വെറുതെ വിട്ടുകളേണ്ട ആവശ്യമില്ല. ഇതേ സമയത്ത് നമ്മുടെ ജോൺ ആണെങ്കിൽ കഠിനമായിട്ട് അധ്വാനിക്കുകയാണ് എന്ത് ചെയ്യണമെന്നൊക്കെ അവൻ തീരുമാനിച്ചു. കാരണം ആ അതിൻ്റെ അകത്ത് വെയിറ്റ് കാണിക്കാതെ എന്ത് അതിൻ്റെ അകത്ത് കയറണമെന്നാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. ഇതേ സമയത്ത് ആ ടണലിൻ്റെ അകത്തേക്കൂടെ നേരെ നമ്മുടെ ബാക്കി 2 പേര്, കാരണം ഇങ്ങനെ നോക്കാനൊക്കെ ആൾക്കാരെ അങ്ങനെ ചെല്ലുകയാണ്. ആ വെയിറ്റ് എപ്പോഴും 0 ആയി തന്നെ ഇരിക്കും, ഒരിക്കലും അതിൻ്റെ അകത്ത് കയറുന്ന ഒരാൾ, അതായത് എന്തൊരു മെഷീൻ കട്ട് ചെയ്താൽ മാത്രം, അതായത് ശരിക്കും സെക്യൂരിറ്റിക്കാർക്ക് മാത്രമേ അതുള്ളൂ കേട്ടോ.
ഇതേ സമയത്ത് സ്പെയിനിൽ ഫുൾ ആഹ്ലാദമാണ്. വേറൊന്നുമല്ല, സ്പെയിനാണ് ഈ ഫൈനലിലും കയറിയിരിക്കുകയാണ്. ഇതേ സമയത്തായിരിക്കും വേറൊരു വഴിയുമില്ല. കാരണം അതിൻ്റെ അകത്ത് കയറുമ്പോൾ എന്തായാലും വെയിറ്റ് അറിഞ്ഞേ പറ്റൂ. വെയിറ്റ് അറിയുമ്പോൾ 4 ഭാഗത്തും വെള്ളം വന്ന് നമ്മൾ എന്തായാലും മരിക്കും. അങ്ങനെ എല്ലാവർക്കും ഒരു പ്ലാനും ഇല്ലാണ്ട് അതിൻ്റെ അകത്ത് എങ്ങനെ കയറുമെന്നാണ് ഇപ്പോൾ ഇവർ ചിന്തിക്കുന്നത്. കാരണം ബാങ്കിൻ്റെ അകത്ത് കയറിയാലോ ലോക്കറിൻ്റെ അകത്ത് കയറാൻ വേണ്ടി പറ്റില്ല. ഫ്രണ്ടിൽ കൂടെ ഒരിക്കലും കയറാൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് ടൈറ്റ് സെക്യൂരിറ്റിയാണ് അകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതേ സമയത്ത് അവിടെ വാൾട്ടർ മുകളിൽ പോയി നോക്കുമ്പോഴാണെങ്കിൽ ആൾക്കാർ കൂടുതലുള്ളതുകൊണ്ട്, സ്പെയിനിൽ ഫുട്ബോൾ കളി നടക്കുന്നത് കൊണ്ട് തന്നെ ക്യാമറ എല്ലാം താഴത്തോട്ടാണ് ഫോക്കസ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ വാൾട്ടറിനൊരു ബുദ്ധി വരികയാണ്, നമുക്ക് മുകളിലേക്ക് കൂടെ പോയിട്ട് ആ ഒരു ഓപ്പറേഷൻ നടത്താമെന്നാണ് ഇപ്പോൾ അവർ ചിന്തിച്ചിരിക്കുന്നത്. അങ്ങനെ വാൾട്ടർ പറയുകയാണ് മുകളിൽ കൂടെ പോയി ഓപ്പറേഷൻ നടത്താം. ഇതേ സമയത്ത് അവർക്ക് കാര്യങ്ങൾ അനുകൂലമാവുകയാണ്. പറഞ്ഞ സ്പെയിൻ ജയിച്ചെന്ന്. അപ്പോൾ സ്പെയിൻ ജയിച്ച സമയത്ത് നല്ല തിക്കായിരിക്കും സ്പെയിനിൽ. അങ്ങനെ അവർക്ക് മനസ്സിലാവുകയാണ് കാര്യങ്ങളെല്ലാം നമുക്ക് അനുകൂലമായിട്ട് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ഈ ഓപ്പറേഷൻ നടത്താം, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ വരാമെന്ന് വാൾട്ടർ പറയുമ്പോൾ വേണ്ട, കാരണം വാൾട്ടറിന് അധികം വണ്ണം ഉള്ളതുകൊണ്ട് തന്നെ എ സിയുടെ അതിൽ കൂടെ നിരങ്ങി പോകാൻ വേണ്ടി പറ്റില്ലല്ലോ. അങ്ങനെ വാൾട്ടറിനെ അവിടെ നിർത്തുകയാണ്. ജോണും അവളും പിന്നെ ജെയിംസിന് ഒരാളും കൂടിയാണ് പോകുന്നത് കേട്ടോ. ഇതേ സമയത്ത് ഇവിടെയൊക്കെ ഫുള്ള് അഴുക്കാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ക്ലീനിങ് മാൻ പറയും ഇവിടെ നിന്ന് തന്നെയല്ലോ ഇന്നലെ വിളിച്ച് പറഞ്ഞത് ഇങ്ങോട്ട് വരണ്ടാന്ന്. അപ്പം തന്നെ നമ്മുടെ ഗുസ്താവോ കത്തുകയാണ്. ഇന്നലെ ഇവിടെ വന്നത് ക്ലീനിങ്ങിലുള്ള ആൾക്കാരല്ല എന്ന് മനസ്സിലാവുകയാണ് ഗുസ്താവോ. അങ്ങനെ ഗുസ്താവോ ശരി ടൈറ്റ് സെക്യൂരിറ്റി ആക്കുകയാണ്. ഇതേ സമയത്ത് ജോൺ ആണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഗുസ്താവോ മാനേജറിനടുത്ത് പറയുകയാണ് ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാർ ഒരിക്കലും ക്ലീനിങ്ങിനുള്ള ആളല്ല. അങ്ങനെ അവരുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പറയുകയാണ്. ഇതെല്ലാം നമ്മുടെ ഇവരിരുന്ന് കാണുകയാണ്. കാരണം ക്യാമറ ഹാക്ക് ആയതാണുള്ളത്, ഇവർക്കെല്ലാം കാണാൻ വേണ്ടി സാധിക്കും. ഇതേ സമയത്തായിരിക്കും നമ്മുടെ വാൾട്ടർ ഒരു പണി ചെയ്യാൻ പോകുന്നത്. കാരണം വാൾട്ടറിൻ്റെ കാമുകയാണെങ്കിൽ പാരീസിലാണുള്ളത്. പാരീസിലുള്ള ആ കാമുകനെ വിളിച്ചിട്ട് പറയുകയാണ് അതായത് ലണ്ടനിൽ വെച്ച് ഇവരെ 2 പേരെ, അതായത് ആ ക്യാമറയെ കാണിച്ച് 2 പേര്, അതായത് ഇവരെ കൂടുതൽ 2 പേര് അറസ്റ്റ് ചെയ്യുന്ന ഒരു ഫേക്ക് ന്യൂസ് സ്പെയിനിലോട്ട് കൊടുക്കാൻ വേണ്ടി പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ നിനക്ക് ഈ കിട്ടുന്നതിന് 60% ഞങ്ങൾ തരാമെന്ന് നമ്മുടെ വാൾട്ടർ പറയുകയാണ്. അങ്ങനെ അവൾ അതിന് എഗ്രി പറയുകയാണ്. അപ്പോൾ നമ്മുടെ മാനേജർ, അതായത് ആ ബാങ്കിലെ മാനേജർ ഗുസ്താവോ ഒക്കെ പറയുകയാണ് അവരെ പിടിച്ചെന്നാണ് പറയുന്നത്. എന്തൊക്കെയായാലും നമ്മൾ ടൈറ്റ് സെക്യൂരിറ്റി ആയിരിക്കണം, നമ്മൾ ഒരിക്കലും നമ്മുടെ സെക്യൂരിറ്റിയിൽ ഒരു വീഴ്ചയും വരാൻ വേണ്ടി പാടില്ല എന്ന് പറയുകയാണ്. അങ്ങനെ അവർ സ്പെയിനിൻ്റെ ആ ഒരു കളി നടക്കുന്ന സ്ഥലത്തൊക്കെ ഫുൾ സെക്യൂരിറ്റി, ബാങ്കിന് ചുറ്റും ടൈറ്റ് സെക്യൂരിറ്റി തന്നെയാണ് ഇവർ വെച്ചിരിക്കുന്നത്. എങ്ങനെ മറികടന്ന് ഇവർ മോഷ്ടിക്കുമെന്നുള്ള ഒരു കഥയാണ്. ത്രില്ലിങ്, നമുക്ക് ത്രില്ലെന്ന് പറഞ്ഞാൽ കിടിലൻ ത്രില്ലാണ്. അങ്ങനെ ജോൺ ആണെങ്കിൽ അവിടെ നിന്ന് പ്രാന്ത് പിടിക്കുകയാണ്. എങ്ങനെയാണ് അത് ചെയ്യണമെന്ന് അറിയാണ്ട് ഇരിക്കുന്ന സമയത്തായിരിക്കും കുറച്ച് ചില്ലടിക്കാൻ എന്ന് പറഞ്ഞ് അവൾ വന്ന് വിളിച്ചിട്ട് പോവുകയാണ്. ഇനി ആകെ ഒരു ദിവസം കൂടി മാത്രമാണുള്ളത്. ഞാൻ എങ്ങനെയാണ് ആ ഒരു ഭാരമില്ലാണ്ട് ആ ലോക്കറിൻ്റെ അകത്ത് കയറാൻ വേണ്ടി പറ്റുമെന്നുള്ള ഒരു ഐഡിയ എനിക്ക് കിട്ടുന്നില്ല എന്ന് പറയുമ്പോഴാണ് ഒരാൾ സ്നോ ഇങ്ങനെ ഗ്ലാസ്സിലോട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ ജോണൊരു കാര്യം മനസ്സിലാവുകയാണ്. എനിക്ക് ഐഡിയ കിട്ടിയിരിക്കുകയാണ്. ഇതേ സമയത്ത് ഒരു വെയിറ്റിംഗ് മെഷീൻ എടുത്തിട്ട് ഒരു ഗ്ലാസ് വെക്കുമ്പോൾ ആ ഗ്ലാസിൻ്റെ വെയിറ്റ് കാണിക്കുകയാണ്. പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ ആ വെള്ളത്തിൻ്റെയും ഗ്ലാസിൻ്റെ വെയിറ്റ് കാണിക്കുകയാണ് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ മൊത്തം സ്നോ അടിച്ച് കഴിയുമ്പോൾ അതിൻ്റെ അകത്തുള്ള കാറിലെല്ലാം ഫ്രീസായി പോവുകയാണ്. അങ്ങനെ പിന്നെ ആ വാട്ടർ വെള്ളം വെക്കുമ്പോഴാണെങ്കിൽ ഒരിക്കലും ആ വെയിറ്റ് കാണിക്കില്ല. ഇതേ മെത്തേഡ് തന്നെ അവിടെ ഉപയോഗിച്ചാൽ മതി. കുറേ അളവിൽ ഈ സ്നോ അതിലോട്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ തൽക്കാലത്തേക്ക് ആ ഒരു സാധനം ഇങ്ങനെ ഫ്രീസ് ആയിട്ടിരിക്കും. നമ്മൾ കയറിയാലും നമ്മുടെ വെയിറ്റ് അതിന് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഒരിക്കലും വെള്ളം നമുക്ക് വരാണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ കാര്യം നടത്തിയിട്ട് നമുക്ക് പോകാമെന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ എല്ലാ കാര്യവും ഇപ്പോൾ റെഡിയായി. 2 കീ കിട്ടി, തമ്പ് ഇംപ്രഷൻ കിട്ടി, എല്ലാം കിട്ടിയിരിക്കുകയാണ്. ഇനി അവർക്ക് അതിൻ്റെ അകത്ത് കയറി മോഷ്ടിക്കാൻ വേണ്ടി മാത്രം മതി. അങ്ങനെ ഗുസ്താവോയുടെ തംബ്രഷൻ ആ ഒരു ഇതിൽ നിന്ന്, ആ കോഫിയുടെ ഇതിൽ നിന്ന് മറ്റേ വേർപ്പെടുത്തിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും കിട്ടിയിരിക്കുകയാണ്. ഇനി വേറെ ഒന്നുമില്ല. ഇതേ സമയത്ത് നമ്മുടെ വാൾട്ടറാണ് 3 കോയിൻ പോയി പർച്ചേസ് ചെയ്യുന്നുണ്ട്. എന്തിനായിരിക്കും ഈ 3 കോയിൻ പർച്ചേസ് ചെയ്യുന്നത്? ശരിക്കും നമ്മുടെ വാൾട്ടർ ശരിക്കും നല്ലവനാണോ ചീത്തവനാണോ എന്ന് നമുക്ക് ഈ ഒരു കഥയുടെ അവസാനം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അങ്ങനെ ഈ 3 കാര്യങ്ങൾ എടുത്തുകൊണ്ട് നമ്മുടെ വാൾട്ടർ ആണെങ്കിൽ അവിടെ നിന്നിരുന്ന എല്ലാ കാര്യം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അവിടെ ഇരിക്കുകയാണ്. നമ്മുടെ ജോണും മറ്റേ ജെയിംസും ആ അവളും കൂടിയാണ് പോകുന്നത്. അങ്ങനെ മുകളിൽ നിന്ന് ഗണ്ണ് ഷൂട്ട് ചെയ്ത് ആ ബാങ്കിൻ്റെ മുകളിലെത്തുകയും അവിടെ കയറിട്ടിട്ടാണ് അവർക്ക് നേരെ ബാങ്കിൻ്റെ മുകളിലോട്ട് പോകാൻ വേണ്ടി. ആരെല്ലാം കണ്ട് കഴിഞ്ഞാൽ തീർന്നിട്ട് നമ്മുടെ ജോൺ ആണെങ്കിൽ ഇതൊക്കെ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഈ കാലമൊക്കെ ചെയ്യാൻ വേണ്ടി. അങ്ങനെ ജോണും ബാക്കിയുള്ള 2 പേരും കൂടി നേരെ അവിടെ എത്തുകയാണ്. അടുത്തായിട്ട് ഇവിടെ ചെയ്യാൻ പോകുന്ന ആ ഗ്ലാസ് കട്ട് ചെയ്യണം. ഗ്ലാസ് കട്ട് ചെയ്തിട്ടാണ് അകത്തോട്ട് ഇറങ്ങാൻ വേണ്ടി. ഈ ഒരു സമയത്ത് ടൈറ്റ് സെക്യൂരിറ്റി ഫുള്ള്. അതായത് ആരെങ്കിലും കണ്ടു കഴിഞ്ഞ് ഇവരെ കാര്യമേ തീർന്നു. ഇവർക്ക് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നേരെ ജയിലിൽ പോയി കിടക്കാം.
അങ്ങനെ ഇവരിങ്ങനെ പരസ്പരം പതിയെ വന്നാൽ മതി, ശരിക്കും ക്യാമറ ഹാക്ക് ചെയ്ത് വെച്ചുകൊണ്ട് എവിടെ നിന്നൊക്കെയാണ് ആൾക്കാർ വന്നതെന്ന് ഇവർക്ക് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നമ്മുടെ വാൾട്ടർ അവിടെ ഇരിപ്പുണ്ട്, പിന്നെ ഹാക്കർ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അങ്ങനെ ഇവർ നേരെ AC-യുടെ വെന്റിലേഷൻ വഴിയാണ് ഇവരെ ലോക്കലോട്ട് പോകുന്നത്. ഇവനിക്കാണെങ്കിൽ ഇതൊക്കെ ശരിക്കും സർവ്വസാധാരണമാണ്, പക്ഷേ നമ്മുടെ ജോൺ ആണെങ്കിൽ ഇതൊക്കെ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ജോണിനെ പതിയെയാണ് നിരങ്ങി പോകുന്നത് കേട്ടോ. ഇതെല്ലാം ഇവർ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴെങ്കിലും ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ സൂചന കൊടുക്കാൻ വേണ്ടി ഇവരെല്ലാവരും ഉണ്ട് കേട്ടോ. ഇത് ജോണിൻ്റെ അടുത്ത് പറയും, എടാ പതിയെ വാടാ, നീ ഒച്ച ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതെന്നൊക്കെ നമ്മൾ ജോനെ ചീത്ത പറയുന്നുണ്ട്. അങ്ങനെ നേരെ ഇവർ ആ ലോക്കറിൻ്റെ സ്ഥലത്തോട്ട് വരികയാണ്. അപ്പോഴാണ് ആ ലോക്കറും ആ ഒരു സ്ഥലം ഇരിക്കുന്ന സ്ഥലത്ത് വലിയൊരു കുഴിയുണ്ട്. ഇതൊക്കെ ഇവർക്ക് മുന്നേ അറിയാം, കാരണം നേരത്തെ ഒരു ബ്ലൂ പ്രിൻറ്റ് കിട്ടിയതാണല്ലോ. അങ്ങനെ അവർ നേരെ ഒരു ഏണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ ഏണി ഇങ്ങനെ സെറ്റ് ചെയ്ത് അവർ അങ്ങോട്ടേക്ക് ഇങ്ങനെ നൈസായിട്ട് ഇട്ടിട്ട് അതിൽ കൂടെ പോയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാണ്. അതായത് ഓരോരുത്തരും മുകളിലോട്ട് പോകുന്നുണ്ട്. നമ്മുടെ ജോണാണ് ഇതൊക്കെ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ജോണിന് പേടിയെന്ന് ചോദിക്കുമ്പോൾ പേടിയൊന്നുമില്ല, ഇതൊക്കെ എനിക്കൊരു അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളാവുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല നമ്മുടെ ജോൺ പറയുകയാണെങ്കിലും ജോൺ പേടിയുണ്ട്. അങ്ങനെ അപ്പുറത്ത് എത്തുകയാണ്. അപ്പോഴാണ് ഒരു പ്രശ്നം പറ്റിയത്, കാരണം ഒരു പാസ്വേഡ് ഉണ്ടെങ്കിൽ മാത്രമാണ് തുറക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ കേട്ടോ. ഇത് നമ്മുടെ ഹാക്കറാണെങ്കിൽ ആ പാസ്വേഡ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പോവുകയാണ്. കാരണം പാസ്വേഡ് പ്രാവശ്യം തെറ്റിക്കഴിഞ്ഞാൽ 28 മിനിറ്റ് കഴിഞ്ഞാൽ മാത്രമാണ് വീണ്ടും അത് ഓപ്പണായി കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് ഒറ്റ പ്രാവശ്യം അങ്ങനെ കോഡിങ് ചെയ്ത് ആ പാസ്വേഡ് കണ്ടെത്തുകയാണ്. അങ്ങനെ ആ ഒരു ലോക്കർ തുറന്ന് വരികയാണ് കേട്ടോ. അങ്ങനെ ലോക്കർ തുറന്നതിന് ശേഷം ഇവർ നേരെ അടുത്തൊരു സ്ഥലത്തോട് ചെല്ലുകയാണ്. അവിടെ ഇംപ്രഷൻ വെക്കുന്ന സമയത്ത് തന്നെ രണ്ട് കീ ഇട്ട് ഒരുമിച്ചാവണം ഇത് തുറക്കേണ്ടത്, അല്ലെങ്കിൽ പെട്ടെന്ന് അലാറം അടിക്കുകയും ഇവർ ആകെ വിഷയമാവുകയും എല്ലാവരും അറിയുകയും ചെയ്യും കേട്ടോ. അങ്ങനെ കറക്റ്റ് തന്നെ ഇവർ ആ ലോക്കർ തുറക്കുകയാണ്. ആ ലോക്കർ തുറന്നിട്ട് അതിൻ്റെ അകത്ത് കയറുമ്പോൾ വെയിറ്റ് ഉണ്ടായി, അതായത് അതൊരു വെയിറ്റിംഗ് മെഷീൻ. ആ വെയിറ്റിംഗ് മെഷീൻ എന്തെങ്കിലും ഒരു അലർട്ട് പറ്റുകയാണ്, 4 ഭാഗത്തു നിന്ന് വെള്ളം വന്ന് അതിൻ്റെ അകത്ത് നിൽക്കുന്ന ആൾക്കാർ മുങ്ങി മരിച്ചും പെട്ടെന്ന് തന്നെ ആ ലോക്കർ ക്ലോസ് ആവുകയും ചെയ്യും കേട്ടോ. ഇതേ സമയത്ത് താഴത്തുള്ള ആൾക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്, പെട്ടെന്ന് തന്നെ അത് ഫ്രീസ് ആക്കാൻ വേണ്ടി പറയുകയാണ്. അങ്ങനെ കൂടിയ അളവിൽ ഫ്രീസിങ് സാധനം അങ്ങനെ ആ ലോക്കറിൻ്റെ അകത്തോടെ അടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. കാരണം കുറേ കണക്കിന്, അതായത് 1-2 സിലിണ്ടറൊന്നുമല്ല, ഒരു 10 സിലിണ്ടറെങ്കിലും അടിച്ചിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ എല്ലാവർക്കും പേടിയാണ്. താഴത്തുള്ള ആൾ പറയുകയാണ്, ഞാൻ മാക്സിമം എൻ്റെ സിലിണ്ടറുകളെല്ലാം ഉപയോഗിച്ച് ഞാൻ ഫ്രീസ് ആക്കിയിട്ടുണ്ട്, നിങ്ങൾ കയറിക്കോളാൻ വേണ്ടി പറയുകയാണ് കേട്ടോ. അങ്ങനെ ഒരു ജോൺ അകത്തോട്ട് കയറുകയാണ്. ജോണിൻ്റെ പ്ലാൻ വർക്കായിരിക്കുകയാണ്. ഒരു വെള്ളം വരുന്നില്ല, കാരണം സ്റ്റെക്കായിട്ടിരിക്കുകയാണ്. ഇനി കുറച്ച് സമയം മാത്രമാണ് നമുക്കിത് നിൽക്കുള്ളൂ. അതിന് മുമ്പ് തന്നെ നമ്മൾ സാധനം പെട്ടി എടുത്തിട്ട് നമ്മൾ പോയേ പറ്റുമെന്ന് പറയുകയാണ്. 3 പെട്ടികളുള്ളതുകൊണ്ട് ഏതൊക്കെ തുറക്കുന്നതെന്ന് അറിയാൻ പാടില്ല. ഇതേ സമയത്ത് ഗുസ്റ്റാവിനൊരു സംശയം തോന്നുകയാണ്, എന്താ ഒരു സെക്യൂരിറ്റി പ്രശ്നം ഉണ്ടല്ലോ എന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ സെക്യൂരിറ്റിനെ അലർട്ടാക്കുകയും ആ സെക്യൂരിറ്റി മൊത്തം അതിന് ചുറ്റും ഇങ്ങനെ ഓടി നടന്ന് നോക്കുകയാണ്. കാരണം എന്തൊരു കാര്യം മനസ്സിലാവുകയാണ്, അത് ചുമ്മാ ഒരു പ്രാവ് മാത്രമേ ഉള്ളൂ എന്ന് പറയും. ഗുസ്താവ് പറയുകയാണ്, അതിന് പ്രാവ് എവിടെ നിന്നാണ് വന്നത്, ഇവിടെ ഫുൾ ടൈറ്റ് എയർ സെക്യൂരിറ്റി ഉള്ള സ്ഥലമല്ലേ, പിന്നെ എങ്ങനെയാണ് പ്രാവ് വന്നതെന്ന് അവർക്ക് മനസ്സിലാവുകയാണ് കേട്ടോ. ഇതേ സമയത്ത് തന്നെ ആ ഒരു ഇതിൻ്റെ ടാമ്പർ ചെയ്യുന്നത് മനസ്സിലാവുകയാണ്. നമ്മുടെ അവൾക്ക് കിട്ടുകയാണ്. അതായത് 3 കോയിന് ആദ്യം കണ്ടുപിടിച്ചത് നമ്മുടെ ജോണിൻ്റെ കൂടെയുള്ള പെൺകുട്ടിയായിരുന്നു, അതായത് നമ്മുടെ വാൾട്ടറിൻ്റെ കൂടെയുള്ള പെൺകുട്ടിയായിരുന്നു കേട്ടോ. ഇതേ ഗുസ്താവ് എല്ലാവരും അലർട്ട് ആക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ അവളുടെ അടുത്ത് ഇവൻ പറയുക, ഇവനൊരു ചതിയനെയാണ്. ഇവൻ പറയുകയാണ്, മര്യാദക്ക് അത് എൻ്റെ കയ്യിലോട്ട് തന്നു, ഇതിന് വേണ്ടി മാത്രമാണ് നിൻ്റെ കൂടെയൊക്കെ വന്നത്, നീ ഒരു സ്പൈ അല്ലേ, നീ സ്പൈ അല്ല എന്നുള്ളതിൻ്റെ അത് പറഞ്ഞ് വാൾട്ടർ ചോദിക്കുമ്പോൾ, സ്പൈ അല്ല എന്ന് പറഞ്ഞാൽ ഒരു നുണയനാണെന്ന് എനിക്ക് മനസ്സിലായില്ലേ, എനിക്ക് കോയിന് വേണ്ടി മാത്രമാണ് ഞാൻ നിൻ്റെ കൂടെ നിന്നത്, അല്ലാണ്ട് നിൻ്റെ ഒന്നും ഇത് ചെയ്യാൻ വേണ്ടിയല്ല, മര്യാദക്ക് അത് തന്നോ, ഇല്ലെങ്കിൽ നിൻ്റെ കയ്യിൽ ഇപ്പോൾ വെടിവെച്ച് കൊല്ലുമെന്ന് അവൻ പറയുകയാണ് കേട്ടോ. ഇതേ സമയത്ത് തന്നെ ആ ഒരു സാധനം, അതായത് എല്ലാവർക്കും മനസ്സിലായത് നമ്മുടെ ഗുസ്താവ് കാര്യം മനസ്സിലാവുകതിൻ്റെ അകത്ത് ആരോ കയറിയിട്ടുണ്ട്. പിന്നെ അപ്പോൾ തന്നെ സെക്യൂരിറ്റിയെ ഫുള്ള് ഇങ്ങനെ അലർട്ട് ആക്കുകയാണ് കേട്ടോ. ഇതേ സമയത്ത് ആ അടിച്ച ഫ്രീസറുള്ള കാര്യത്തിലുള്ള ഒരു വെയിറ്റിങ്ങിൻ്റെ ഇത് മാറുകയും അതിൻ്റെ അകത്ത് 4 ഭാഗത്തു നിന്ന് വെള്ളം വന്ന് നിറയുകയാണ്. നമ്മുടെ ജെയിംസ് ആണെങ്കിൽ വെള്ളത്തിനോട് ഭയങ്കര താല്പര്യം, വെള്ളത്തിൽ നീന്തി കളിച്ചവനാണ് കേട്ടോ. അവനിക്ക് പെട്ടെന്നൊരു കാര്യം മനസ്സിലാവുകയാണ്. ഓക്കെ ബായ് മക്കളെ, നിങ്ങൾ മുങ്ങി മരിച്ചോളാം. നമ്മുടെ ജെയിംസ് ആണെങ്കിൽ ആ വെള്ളം വന്ന ആ ഹോളിൻ്റെ അതിൽ കൂടെ തന്നെ അതേ പ്രഷറിൽ തന്നെ നീന്തി അവൻ വേറൊരു സ്ഥലത്ത് പോയി കയറുകയാണ് കേട്ടോ. ഇവർക്ക് എന്താ ചെയ്യണമെന്ന് പോലും അറിയാൻ പാടില്ല. ഇതേ സമയത്ത് നമ്മുടെ ജോൺ ആണെങ്കിൽ നല്ല പേടിച്ച് പോവുകയാണ്. പക്ഷെ പേടിക്കുന്ന സമയത്തും അവൻ തിങ്ക് ചെയ്യുന്നുണ്ട്. അവൻ വിചാരിക്കുന്നത് പഴയ ഒരു സാധനമല്ലേ, ഇതിന് എന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടാവും. കാരണം വെയിറ്റ്, അതായത് വെള്ളം നിറഞ്ഞു കഴിഞ്ഞ് ഈ ഒരു മെഷീൻ തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ വെള്ളം നിൽക്കുമായിരിക്കും. അങ്ങനെ താഴത്തുള്ള ഒരാൾക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്, നിങ്ങൾ എങ്ങനെയെങ്കിലും വേഗം തന്നെ ആ വെയിറ്റ് ഫുള്ള് എടുത്ത് അങ്ങോട്ട് ഇറങ്ങിയേ പറ്റും. കാരണം ആ ഒരു സിലിണ്ടറൊക്കെ എടുത്ത് ആ ഒരു മെഷീനെ മേലോട്ട് കയറ്റി വെക്ക്, എങ്കിലും വെയിറ്റ് അരച്ചാൽ മാത്രമാണ് ഈ വെള്ളം എങ്ങനെ നിൽക്കുള്ളൂ, ഇല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും മുങ്ങി മരിക്കുമെന്ന് പറയുകയാണ്. അങ്ങനെ അയാൾ പിന്നെ വേറെ ഒന്നും നോക്കില്ല, സിലിണ്ടർ എല്ലാം എടുത്തിട്ട് ആ മെഷീൻ്റെ മേളിലോട്ട് എടുത്ത് വെക്കുക. നല്ല വീട്ടിലുള്ള സിലിണ്ടറുകളാണ് കേട്ടോ, വേറെ ഒന്നും നോക്കാൻ സിലിണ്ടർ എല്ലാം എടുത്ത്. പ്രായമായ ഒരു വ്യക്തിയാണ്, പക്ഷേ അവൻ്റെ കരുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരമുള്ള
കരുത്തൊന്നുമല്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ എല്ലാ സിലിണ്ടറും എടുത്ത് വെക്കും. മുകളിലോട്ട് വെള്ളം എത്തി ഇവർ മുങ്ങി മരിക്കാൻ രീതിയിലാണ്. ഇതേ സമയത്ത് ഗുസ്താവ് കാലിൽ മനസ്സിലാവുകയാണ് ക്യാമറ ടാമ്പർ ചെയ്താണെന്ന്. അങ്ങനെ അകത്തുള്ള കാലിലൊക്കെ കാണുകയാണ് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ ഇവർക്ക് മനസ്സിലാണ് ക്യാമറ ടാമ്പർ എന്ന് മനസ്സിലാവുകയും അങ്ങനെ ഗുസ്താവ് പെട്ടെന്ന് തന്നെ ഈ ഒരു ലോക്കുള്ള സ്ഥലത്തോട്ട് ഫോഴ്സിനെ ഫുൾ അയക്കുകയാണ്. അങ്ങനെ എല്ലാം എടുത്ത് വെച്ചതിന് ശേഷം അവന് അതിൻ്റെ മുകളിൽ കയറി ഇരിക്കുകയാണ് വെയിറ്റ് എങ്ങനെ അറിയിക്കാൻ വേണ്ടി. അങ്ങനെ വെയിറ്റ് മനസ്സിലാവുകയും വെള്ളം ഫുള്ള് വേറൊരു ഹോളിൽ കൂടെ പുറത്തോട്ട് പോവുകയാണ്. ആ ഹോൾ വഴി തന്നെ നമ്മുടെ ജോണും അവളും കൂടി രക്ഷപ്പെടുകയാണ്. ഇതേ സമയത്ത് ഗുസ്താവ്ക്ക് മനസ്സിലാവുകയും ലോക്കറിൻ്റെ അകത്തോട്ട് വരുമ്പോൾ ലോക്കറിൻ്റെ അകത്ത് മോഷണ ശ്രമം നടന്നെന്ന് മനസ്സിലാവുന്നുണ്ട്. ഒരു വ്യക്തി പോലും അതിൻ്റെ അകത്തില്ല എന്ന് മനസ്സിലാവുകയാണ് അവിടെ ഗുസ്താവോക്ക്. അങ്ങനെ പെട്ടെന്ന് തന്നെ സെക്യൂരിറ്റിനെ ഫുൾ അലർട്ടാക്കുകയും ഫുൾ തന്നെ ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി പറയുകയാണ്. പക്ഷേ എവിടെ പോയി ചെക്ക് ചെയ്യാനാണ്? കാരണം എന്താണെന്ന് വെച്ചാൽ ആ സ്പെയിൻ്റെ മാച്ച് നടക്കുന്നതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ്. അവർ രണ്ടുപേരും ഓടി നേരെ ചെല്ലുന്നത്. പുറത്തോട്ടാണെങ്കിൽ ലക്ഷക്കണക്കിന് ജനകോടികളാണ്. അതിൻ്റെ അകത്തുനിന്ന് ഒരാളെ കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ ഗുസ്താവ് ഫയർ ചെയ്യാൻ നേരത്തെ ഒരു പട്ടാളക്കാരൻ പറയുക, നിങ്ങൾ എന്താണ് കാണിക്കുക? ഒരാളുടെ മേത്താണ് വെടി കൊണ്ട് കഴിഞ്ഞ് ബാങ്ക് അവർ കുത്തി പൊളിക്കുമെന്ന് പറയുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ രണ്ടുപേരും പ്ലാൻ ചെയ്ത് ഒരു ടീഷർട്ടൊക്കെ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് കണ്ടുപിടിക്കാനേ പാടാണ്. ഇതേ സമയത്താണ് അവിടെ വാൾട്ടറിൻ്റെ കാമുകിയുടെ അടുത്ത് പറയുകയാണ്, എടി ഇതൊന്നും കിട്ടിയില്ല, അവനത് മോഷ്ടിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ കൂടെയുള്ളവർ ഞങ്ങൾ ചതിച്ചിട്ട് മോഷ്ടിച്ചിട്ടും പോയി, അങ്ങനെയാണെങ്കിൽ നമുക്ക് ബ്രേക്കപ്പ് ആവും, എനിക്ക് 30 തരാമെന്നല്ല നീ പറഞ്ഞു, 30 കിട്ടിയില്ല എന്ന് പറഞ്ഞ നമ്മുടെ വാൾട്ടറിൻ്റെ കാമുകിയുടെയും ഇവിടെ ബ്രേക്കപ്പ് ആവുകയാണ് കേട്ടോ. അങ്ങനെ വാൾട്ടർ ഓക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. ഇതേ സമയം ജെയിംസ് എന്ന് പറഞ്ഞ ആൾ നമ്മുടെ വാൾട്ടറിൻ്റെ കാമുകി പറഞ്ഞ അടിസ്ഥാനത്തിലാണ് അവരൊക്കെ ആ കോയിൻ മോഷ്ടിച്ചെടുത്തത്. ശരിക്കും ആ കോയിൻ ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു. നമ്മുടെ വാൾട്ടർ മുന്നേ ഒരു കോയിൻ, അതായത് 3 കോയിൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. നമ്മുടെ വാൾട്ടറിന് മുന്നേ മനസ്സിലായിട്ടുണ്ടായിരുന്നു ഇവൻ പണിയുമെന്ന്. ശരിക്കും ഒറിജിനൽ കോയിൻ ഇപ്പോൾ നമ്മുടെ വാൾട്ടറിൻ്റെ കയ്യിൽ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ആ സാധനം ഡീകോഡ് ചെയ്തിട്ട് മനസ്സിലാവുകയാണ് അതായത് ലണ്ടൻ സ്ഥലത്ത് തന്നെയാണ് ആ ഒരു നിധി ഇരിക്കുന്നത്. അതായത് ആ കോയിനിൽ നിന്ന് ഡീകോഡ് ചെയ്ത് ഇത് വെച്ചാൽ നിധി ഇരിക്കുന്നത്. അങ്ങനെ ആ നിധി എടുക്കാൻ വേണ്ടി ഇവർ പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇതിലും കിടിലാണ്. കാരണം ആ നിധി എടുക്കാൻ പോകുന്നതാണ്. നിങ്ങൾക്കത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ അടുത്ത ഒരു കിടിലൻ സിനിമയായിട്ട് കാണുന്നവർ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.